वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। या कुन्देन्दु तुषारहार धवला या शुभ्रवस्त्रावृता या ईना वरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युत शङ्कर प्रभृतिभिः देवैः सदा पूजिता सा मातु सरस्वती भगवती निःशेष ഭാരതി ആചാര്യ സംഗമം അധ്യക്ഷൻ, വിദ്യാഭ്യാസ വികാസ കേന്ദ്രം കേരള ഡോക്ടർ MC ഇന്ദുചൂടൻ സാർ അവരെ സാദരം ക്ഷണിക്കുന്നു. നമസ്തേ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ ഇന്ദുചൂടൻ സാർ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ എം ഡി നടേശൻ സാർ, വേദിയിലിരിക്കുന്ന കോടതി ശ്രീനിവാസൻ മാസ്റ്റർ, ഹരീഷ് ജി, മറ്റു സഭയിലെ വിശിഷ്ട വ്യക്തികളെ, ആചാര്യന്മാരെ, ഇന്നത്തെ ഈ ഭാരതീയ ആചാര്യ സംഗമത്തിൽ ബഹുമാനിക്കപ്പെടുന്ന സ്തുത്യർഹമായ സേവനം നിർവഹിച്ചിട്ടുള്ള മഹത് മറ്റു സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഇന്ന് ലോക മാതൃഭാഷാ ദിനത്തിൻ്റെ ഭാഗമായി നമ്മളിന്ന് എടപ്പള്ളി വെച്ച് നമ്മുടെ കേരളത്തിൻ്റെ സാഹിത്യ ലോകത്തിന് അഭിമാനമായിട്ടുള്ള ചങ്ങമ്പുഴയുടെ ജന്മനാട്ടിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ വേദിയിൽ വെച്ച് ഭാരതീയ ആചാര്യ സംഗമം നടത്തുകയാണ്. കഴിഞ്ഞ 38 വർഷത്തിലധികമായിട്ട് വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിച്ചു വരുന്ന, വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന, കേരളത്തിൽ 100-ലധികം കേന്ദ്രങ്ങളിൽ അനൗപചാരികമായിട്ട് വിദ്യാഭ്യാസം നൽകി വരുന്ന ഒരു പ്രസ്ഥാനമാണ് അമൃത ഭാരതിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. ഞാൻ ഭാഗ്യവശാൽ ഇതിൻ്റെ സ്വാഗത സംഘത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. പക്ഷെ ധാരാളം പ്രവർത്തകർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ കൂടാൻ സാധിച്ചത്. ഇന്നിവിടെ വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മൾ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ എം പി നടേശൻ മാഷ് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിൽ നിന്നല്ല, കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന ഒരു ബഹുഭാഷാ പണ്ഡിതനായിട്ടുള്ള വിദ്യാഭ്യാസ അധ്യക്ഷനാണ് അദ്ദേഹം. കാലടി സംസ്കൃത സർവകലാശാലയിലെ വേദാന്ത പ്രൊഫസറായിരുന്നു. നമ്മുടെ അമൃത ഭാരതിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അതുകൂടാതെ നല്ലൊരു പ്രാസംഗികൻ, എഴുത്തുകാരൻ എന്നുള്ള നിലയിലെല്ലാം പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹം വളരെ വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ പ്രിയങ്കരൻ. അദ്ദേഹം സർവകലാശാലയിൽ ചേരുന്നതിന് മുമ്പ് നമ്മുടെ വിദ്യാഭാരതി സ്കൂളിൽ അധ്യാപകനായിരുന്നു. അന്ന് തൊട്ട് എനിക്കറിയാം, അന്ന് തൊട്ട് പഠിപ്പിച്ചിട്ട് എല്ലാ വിദ്യാർത്ഥികളും അവസാന റിസർച്ച് അദ്ദേഹത്തിന് ഗവേഷണം നടത്തിയ വിദ്യാർത്ഥികൾക്ക് വരെ എല്ലാം വളരെ പ്രിയങ്കരനായിട്ടുള്ള മാഷാണ്. നമ്മൾ സാധാരണ നാവിക് സരസ്വതിയുടെ നല്ല രീതിയിൽ നല്ല ഭാഷണം നടത്തുന്ന വ്യക്തിയാണ്. ആ രീതി അറിയപ്പെടുന്നതാണ് അദ്ദേഹം. നമ്മുടെ റെയിൽവേ ബോർഡിൻ്റെ ഭാരതീയ ട്രെയിൻ നിഗം അതിൻ്റെ ഡയറക്ടർ, സ്വതന്ത്ര ചുമതലയുള്ള ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ്. അതുകൂടാതെ ഭാരത സർക്കാരിൻ്റെ ഭാഷാ സമിതിയുണ്ട്, ഉന്നത ഭാഷാ സമിതിയുണ്ട്. ഭാരതീയ ഭാഷകളുടെ പ്രോത്സാഹനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ് സർക്കാരിൻ്റെ തന്നെ. അതിലെ 3 അംഗങ്ങളിൽ ഒരാളാണ് ഡോക്ടർ നടേശൻ മാഷ്. അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ്. അതുപോലെ തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഭാഷണം നടത്താൻ ശേഷിയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇവിടെ നമുക്ക് അധ്യക്ഷനായിട്ട് ലഭിച്ചത് നമ്മുടെ എല്ലാവരുടെയും സൗഭാഗ്യമാണ്. അദ്ദേഹത്തെ വളരെ വിനയപുരസ്സരം നമ്മുടെ ഗീതാകുമാരി ടീച്ചർ ഉടനെ തന്നെ ഇവിടെ എത്തും. അപ്പോൾ ടീച്ചറിൻ്റെ അനുവാദത്തോടെ നമ്മൾ നേരത്തെ തുടങ്ങിയതാണ്. ടീച്ചർ പ്രൊഫസർ ഡോക്ടർ കെ ഗീതാകുമാരി ടീച്ചർ,
കാലടി യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗത്തിൻ്റെ തലവനായിട്ട് കുറേ നാൾ ജോലി ചെയ്തു. ഇപ്പോൾ അവരെ നമ്മുടെ കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. വളരെ വിനയത്തോടെ പലർക്കും പരിചയമുണ്ടായിരിക്കും. വളരെ വിനയത്തോടുകൂടി ഒരു അമ്മയുടെ സഹജമായുള്ള വാത്സല്യത്തോടെ എല്ലാവരും കുട്ടികളോടൊക്കെ ഇടപെടുന്ന ടീച്ചറാണ്. ചിലപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ വരും. ടീച്ചറെ വളരെ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ എൻ നന്ദകുമാർ നമ്മുടെ ഈ നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം ചേരാനൂരാണ്. അദ്ദേഹത്തിനെ എല്ലാവരും കേട്ടിട്ടുള്ളത് പ്രസിദ്ധമായിട്ടുള്ളത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ തുടക്കക്കാരൻ തന്നെ. അദ്ദേഹത്തിൻ്റെ തലച്ചോറ് ലഭിച്ച ഒരു ആശയമാണ്. അതിന് ഗംഭീരമായിട്ട് അനേക വർഷങ്ങളായിട്ട് തുടർന്നു വരികയാണ്. ഇന്ന് കേരളത്തിലെ പുസ്തക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവൻ്റാണ് എറണാകുളത്ത് സ്ഥിരമായിട്ട് നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം. അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ എല്ലാ നേതാവായിട്ടുള്ള ശ്രീ എൻ നന്ദകുമാർജി, അദ്ദേഹം കൂടാതെ നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹത്തെ. അതുപോലെ നമ്മുടെ കുറേ വർഷത്തോളം അദ്ദേഹം കുരുക്ഷേത്ര പ്രകാശൻ അതിൻ്റെ MD ആയിട്ടും എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസാധന രംഗത്ത്, പുസ്തക പ്രകാശന രംഗത്ത്, നമ്മുടെ ഭാഷയുടെ പ്രോത്സാഹന രംഗത്ത് സ്തുത്യർഹമായിട്ടുള്ള സേവനം നൽകിയിട്ടുള്ള ശ്രീ നന്ദകുമാർജിയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം. അത് നമ്മുടെ ഈ ആചാര്യ സംഗമത്തിലുണ്ടാക്കിയ സമിതിയുടെ രക്ഷാധികാരി കൂടിയാണ്. ശ്രീ നമ്മുടെ തന്നെ കൂടെയുള്ള നമ്മുടെ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗമായിരുന്ന വിദ്യാഭ്യാസ NTU നാഷണൽ ടീച്ചേഴ്സ് യൂണിയനിലെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന അംഗം ശ്രീ A.V. ഹരീസ് മാസ്റ്റർ, നമ്മുടെ ഈ അമൃത ഭാരതി വിദ്യാപീഠത്തിൻ്റെ കാര്യദർശി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ വിനയത്തോട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അമൃത ഭാരതി വിവിധ ഗ്രേഡുകളായിട്ട് 3 തലത്തിലുള്ള പരീക്ഷകൾ നടത്താറുണ്ട്. ഈ സംസ്കൃത ഭാഷയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി, അതിൻ്റെ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികൾ അനൗപചാരികമായിട്ട് ഇത് സ്വായത്തമാക്കുന്ന, ഭാഷ സ്വായത്തമാക്കുന്ന പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന ധാരാളം പരീക്ഷകളെല്ലാം നടത്തുന്നുണ്ട്. അതിൻ്റെ പരീക്ഷാ സഞ്ചാലനായിട്ട് പ്രവർത്തിക്കുന്ന പ്രൊഫസർ ശ്രീനിവാസൻ മാസ്റ്റർ സ്നേഹപൂർവ്വം. മറ്റുള്ളത് ഇവിടെ എത്തിയിട്ടുള്ള ഇന്ന് ആദരിക്കപ്പെടുന്ന അധ്യാപകരാണ്. ഒരു വേതനത്തിന് വേണ്ടി അല്ലാണ്ട് നിസ്വാർത്ഥമായിട്ടുള്ള സമൂഹ സേവനയുടെ ഭാഗമായിട്ട് അധ്യാപനം എടുത്തിട്ടുള്ള അനേകം കുരുന്നുകൾക്ക് വെളിച്ചം കാട്ടിയിട്ടുള്ള സ്തുത്യർഹമായിട്ടുള്ള സേവനം നിർവഹിച്ചിട്ടുള്ള വളരെ വളരെ ബഹുമാനപ്പെട്ട ഇന്ന് ആദരിക്കപ്പെടുന്ന എല്ലാ അധ്യാപകരെയും വളരെ വിനയപുരസ്സരം സ്വാഗതം ചെയ്തിട്ടുണ്ട്. മറ്റു അമൃതവാഹിനിയുടെ പ്രവർത്തകര്, സജ്ജനങ്ങളായിട്ടുള്ള നാട്ടുകാരെ, ഭാഷാസ്നേഹികള് എല്ലാവരും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. MV നട്ടേഷൻ അവരെ സാദരം ക്ഷണിക്കുന്നു. അമൃത ഭാരതി വിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാരതി ആചാര്യ സംഗമത്തിന്റെ വേദി ഇവിടെ സന്നിഹിതരായിട്ടുള്ള സ്വാഗത സംഘത്തിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ ഡോക്ടർ NC ഇന്ദുചൂടൻ, അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ് നമ്മുടെ ഡോക്ടർ പ്രൊഫസർ KK ഗീതാകുമാരി, വേദിയിലിരിക്കുന്ന ശ്രീ EN നന്ദകുമാർജി, അതുപോലെ തന്നെ ശ്രീനിവാസൻജി, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 38 വർഷമായി കേരളത്തില് നമ്മുടെ ഈ എടപ്പള്ളി കേന്ദ്രമാക്കി മാതൃഭാഷ പ്രധാനത്തോടുകൂടിയും സംസ്കൃതം ഉപഭാഷയുമായി ഭാരതത്തിന്റെ സംസ്കാരം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൊടുക്കാത്ത എന്താണോ അത് പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് അമൃത ഭാരതി. അത് തുടക്കം കുറിച്ച ദീർഘദർശികളായ ശരിയായ നവോത്ഥാന നായകന്മാരായിരുന്നു സ്വർഗീയ പരമേശ്വർജി പോലുള്ള മഹാന്മാർ. MA സാറ് ഇന്നും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഈ മഹാന്മാരാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്.
കഴിഞ്ഞ ദിവസം നാം ലോക മാതൃഭാഷാ ദിനം ആചരിക്കേണ്ടത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഭാഷാ സമന്വയത്തിലൂടെ സാമൂഹ്യ സമരസത എന്ന വിഷയം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഭാരതമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആഴത്തിൽ ഭാഷകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള രാജ്യം ഭാരതമാണ്. ലോകത്തിലെ ആദ്യത്തെ സെമാന്റിക് ടെക്സ്റ്റ് എന്ന് പറയുന്ന അർത്ഥവിജ്ഞാനീയ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഭാരതത്തിൽ ഉദയം ചെയ്ത നിരുക്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിഘണ്ടുക്കൾക്ക് ജന്മം നൽകിയ രാജ്യം ഏതാണ്? ഭാരതമാണ്. ഭാഷ ഒരു ദർശനമാണെന്ന് പറഞ്ഞ രാജ്യം ഏതാണ്? ഭാരതമാണ്. ഇതൊന്നും തന്നെ ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ദൗർഭാഗ്യവശാൽ ഇപ്പൊ പഠിക്കുന്നില്ല. ഇതാണ് ഏത് ഭാഷയിൽ PhD എടുത്ത വിദ്യാർത്ഥിയോട് ചോദിച്ചോളൂ, വാട്ട് ഈസ് ദ ലിംഗ്വിസ്റ്റിക് കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അവർ തല ചുരുങ്ങുന്നത് ഇൻക്ലൂഡിംഗ് സാൻസ്ക്രിറ്റ് എന്നുള്ളതാണ്. ഇൻക്ലൂഡിംഗ് സാൻസ്ക്രിറ്റ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മെത്തഡോളജി എങ്ങനെയാണ്, ഇതിന്റെ ഉള്ളുകളിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മെത്തഡോളജി അല്ല. അതുകൊണ്ടാണ് അങ്ങനെ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഭാഷ ഒരു ജനതയുടെ ജീവിതത്തിന്റെ പരിച്ഛേദമാണ്. ഒന്നിലേറെ ഭാഷകൾ നാം പഠിക്കുമ്പോൾ തലമുറകളെ മനസ്സിലാക്കാനുള്ള കനകവിളക്കാണ്. അതുകൊണ്ട് ബഹുഭാഷാ വിദ്യാഭ്യാസം എന്നത് തലമുറകളെ മനസ്സിലാക്കാനുള്ള വലിയൊരു ആദർശമാണ് എന്ന നിലയിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ. KG to PG മാതൃഭാഷയിലൂടെ ആദിവാസി ഭാഷ അടക്കമുള്ള ഭാഷകളിലൂടെ ബോധനം നൽകുക എന്ന വലിയൊരു ദൗത്യമാണ്. അത് ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നോളം നിർവഹിക്കാത്ത ഒന്നാണ്. ആ നിലയിൽ തുടക്കം കുറിച്ചത് അമൃതഭാരതിയാണ് എന്ന് പറയുന്നതിൽ അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട് എന്നർത്ഥം. സ്വാഭാവികമായും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, മലയാളികളായി നമുക്ക് മലയാളം പോരെ, പിന്നെ കുറച്ച് പുറത്തേക്ക് പോകാൻ ഒരു ഇംഗ്ലീഷ് മാത്രം പോരെ എന്നുള്ളതാണ്. അങ്ങനെ തമിഴിന് തമിഴും പ്ലസ് ഇംഗ്ലീഷും, എന്തിനാണ് സംസ്കൃതം? ഇത് വലിയൊരു വിവാദമാണ്. കഴിഞ്ഞ 80 വർഷമായി ഭാരതത്തിലെ ഒരു ഭാഷയും കേൾക്കാനോ പഠിക്കാനോ അനുവദിക്കാത്ത ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് തമിഴ്നാടാണ്. ഏറ്റവും വലിയ സംസ്കാരമുള്ള പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്. അപ്പർ സുന്ദർ, മാണിക്യവാസകർ, തിരിഞ്ഞാന സംബന്ധർ തുടങ്ങിയ മഹാരഥന്മാര് തപം ചെയ്ത വിജ്ഞാനത്തിന്റെ ഈടുവെപ്പുകൾ ഉള്ളതാണ് തമിഴ്. എന്നാൽ തമിഴിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് മതി. അങ്ങനെയാണ് അവരുടെ പരമാചാര്യനായ പെരിയാർ രാമസ്വാമി നായ്ക്കർ പറഞ്ഞത്. തമിഴ് വൃത്തികെട്ട ഭാഷയാണ്, ഇംഗ്ലീഷ് പഠിച്ചാൽ മതി എന്നാണ്. എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നം നടന്നത്? അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഭാഷയുടെ പേരിലുള്ള കലഹങ്ങൾ. 1937 മുതൽ തുടങ്ങിയ കലഹങ്ങൾ, കൊലപാതകങ്ങള്, മണ്ണെണ്ണ ഒഴിച്ചുള്ള തീവെപ്പികള്, റെയിൽവേ സ്റ്റേഷൻ നശിപ്പിക്കല് തുടങ്ങിയ എല്ലാ കലാപരിപാടിയും 1986 ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഒരു കാരണവശാലും രണ്ടാമതൊരു ഭാഷ പഠിക്കാനും പഠിപ്പിക്കാനും സമ്മതിക്കില്ല. 1986 ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 അത് ജന്മത്തിൽ ഈ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്ന് വ്രതം നോറ്റിരിക്കുകയാണ്, വെല്ലുവിളിച്ചിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കും, മറ്റൊരു ഭാഷയെ ഞങ്ങൾ കേൾക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നതാണ് തീവ്രവാദം. ഇതാണ് ഏറ്റവും വലിയ അപകടം. ആ അപകടത്തിന്റെ ദുരന്തം പേറുന്നൊരു ജനതയാണ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ. കാരണം LTT തമിഴ് തീവ്രവാദത്തിലൂടെ 10,000-ങ്ങളാണ് മരിച്ചു വീണത്. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ വധം വരെ എത്തിച്ചത് ഈ തീവ്രവാദമായിരുന്നു.
എന്താണ് അവർ പറയുന്നത് എന്ന് ചോദിച്ചാൽ സംസ്കൃതം വടമൊഴിയാണ്, വിദേശീയന്റെ ഭാഷയോ. ഈ തമിഴിലുണ്ടാക്കിയത് മാത്രമേ അറിവുള്ളൂ, വേറെ ഒന്നും പഠിക്കരുത് എന്നുള്ള വെല്ലുവിളിയാണ്. അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അടികൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ സംസ്കൃത ഭാരതിയുടെ പ്രവർത്തകര് ഓടിയിട്ടുണ്ട്. സംസ്കൃതം പറഞ്ഞു എന്നതിന്റെ പേരിൽ, പഠിപ്പിച്ചു എന്നതിന്റെ പേരിൽ 150ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഒരു പ്രശിക്ഷണ ശിബിരം ഇവിടെ പോണ്ടിച്ചേരിയിൽ നടക്കുമ്പോൾ വൈകുന്നേരം വന്നിട്ട് പറഞ്ഞത്, നാളെ വെളുക്കുമ്പോൾ ഇവിടെ അകത്തൊരൊറ്റ മനുഷ്യനുണ്ടാവാൻ പാടില്ല, ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും കത്തിച്ചു വിളയുക. രാത്രി പാതിരാക്ക് ആ പെൺകുട്ടികളെയും എടുത്തുകൊണ്ട് ഒടുവിൽ ചെന്നൈയിലേക്ക് പോവുകയും വന്നു സംസ്കൃത ഭാരതിക്ക്. എന്താണ് ചെയ്ത തെറ്റ്? സംസ്കൃതം പഠിക്കൂ, ആധുനികനാകൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അപ്പോൾ ഭാഷയുടെ പേരിലുള്ള തീവ്രവാദം എത്രമേൽ അപകടമാണ് എന്ന് കാണിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴകം. നമ്മൾ അപ്പോഴും ഇപ്പോഴും പറയുന്നത് ബഹുഭാഷാ വിജ്ഞാനം. ആ വിജ്ഞാനം ആണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. എന്താണ് ഭാരതത്തിന്റെ വിജ്ഞാനത്തിന്റെ ലക്ഷ്യം, നോളജിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായ ച. മലയാളത്തിൽ കുമാരനാശാൻ പറഞ്ഞു, അന്യജീവൻ ജീവനം ധന്യമാക്കും അമലേ വിവേകികളെന്ന്. കുമാരനാശാൻ പറഞ്ഞു ഇതേ കാര്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, അഖിലരും ആത്മ സുഖത്തിനാചരിക്കുന്നവ അപരന്റെ ഗുണത്തിനായി പറയും. സംസ്കൃതം മാറ്റിവെച്ചിട്ട് ഇത് ഞങ്ങളാണ് ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം. ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായ എന്നത് ഉപനിഷത്കാലം മുതലുള്ളത് ഒരു ഇതാണ്. ആ ലിങ്ക് പോയി കഴിഞ്ഞാൽ ആ ലിങ്ക് കളയുക എന്നതാണ് രാജ്യവിരുദ്ധ ശക്തികളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ പാർലമെന്റില് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഇന്ത്യയിലെ ദേശീയ ഭാഷകളായ 22 ഭാഷകളിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കാനുള്ള അവസരം ഒരുക്കി. അതിൽ സംസ്കൃതം എന്ന ഒരു വാക്ക് ഉച്ചരിച്ചപ്പോൾ, ഓം ബിർള ഉച്ചരിച്ചപ്പോൾ തമിഴ്നാട്ടിലെ എല്ലാ MP-മാരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കച്ചറ പിള്ളേര് ബഹളം വെക്കുന്നത് പോലെ ബഹളം വെച്ചു. അവരെ ചോദിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണ ജനങ്ങളുടെ നികുതി പണം സംസ്കൃതത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതെന്ന്. അപ്പൊ ഓം ബിർള ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്? ഇന്ത്യയിലെ പ്രഥമ മൊഴി സംസ്കൃതം, ഇതിലാണ് ആദിവേദം ഉണ്ടായത്. ഇത് മനസ്സിലാക്കണം, അവിടെ ഇരിക്കാൻ തോന്നുന്നു. ഒന്ന് ആലോചിച്ചു നോക്കുക. ഇതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ വർഷം കപിൽ സിബൽ ചോദിച്ചത്. എന്തിനാണ് ബഡ്ജറ്ററി പ്രൊവിഷൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്ററി പ്രൊവിഷനായിട്ട് സംസ്കൃതത്തിന് മാറ്റിവെക്കുന്നത്? ബോധപൂർവം മറക്കേണ്ടി വരും. ഇന്ദിരാ നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് സംസ്കൃത കമ്മീഷൻ വെക്കുന്നത്. ആ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സംസ്കൃത കോളേജുകളും ഡിപ്പാർട്ട്മെന്റുകളും യൂണിവേഴ്സിറ്റികളൊക്കെ വരുന്നത്. പക്ഷെ ഇതെല്ലാം മറന്ന് ഇന്ന് ഭാരതം, സംസ്കൃതം, പുരാണം, വേദം തുടങ്ങിയതായ ശബ്ദം കേട്ടാൽ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ഇതിന് നേർ വിപരീതമായി ലോകം ഭാരതത്തിലേക്ക് ഇന്ന് ഒഴുകുകയാണ്. നാം ഇന്നിവിടെ ഇരിക്കുമ്പോൾ പ്രയാഗരാജിലെ കുംഭമേളയിൽ 60 കോടി ജനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 1.5 കോടി ജനങ്ങളോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുംഭമേളയിൽ ഒന്ന് മുങ്ങിക്കുളിക്കാൻ. എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിന്റെ, സമ്പത്തിന്റെ, സൗന്ദര്യത്തിന്റെ, ആരോഗ്യത്തിന്റെ എല്ലാം മുകളിലിരിക്കുന്നവർ പറയുകയാണ് ഇതാണ് ഞാൻ നേടിയ സത്യം. ഭാരതത്തിലേക്ക് വരികയാണ്. തീർന്നില്ല. ആത്മീയതയിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്താ പറയുക, തുടക്കം കുറിക്കുന്ന വലിയൊരു പദ്ധതിയാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ ചാണകത്തിന്റെ നാടാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഫാസ്റ്റസ്റ്റ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഉത്തർപ്രദേശിലെ ലോകത്തിലെ ഏറ്റവും വലിയ സ്പിരിച്വൽ ടൂറിസ്റ്റ് ഹബ് ആകാൻ പോവുകയാണ്.
ഇതിന്റെ ഭാഗമായിട്ട് മാത്രം 6 ലക്ഷം ജനങ്ങൾക്കാണ് തൊഴിൽ കിട്ടിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പഠിക്കാൻ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ തൊഴിൽ തണുപ്പിന് വന്ന് ഇവിടെ തമ്പടിച്ച് കിടക്കുകയാണ്. എന്താണ് വാട്ട് ഈസ് ദ ബേസ് ഓഫ് സ്പിരിച്വൽ എക്കോണമി എന്നുള്ളതാണ്. സ്പിരിച്വൽ എക്കോണമിയുടെ ബേസിനെ കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞന്മാര് തമ്പടിച്ച് കിടക്കുന്നു. അപ്പോഴാണ് ഇവിടെ ഓരോരുത്തര് ഭാരതമെന്നും സംസ്കൃതം എന്ന് കേട്ടാൽ ആകെ പ്രശ്നമുണ്ടാക്കും. ഓർക്കുക, ഒരു എറുമ്പിനം പോലും നോവിക്കരുതെന്ന് ഉപദേശിച്ച ആചാര്യന്മാരാണ് സംസ്കൃതം വിഭാവന ചെയ്യുക, അതിന് ഉപദേശങ്ങൾ നൽകിയിട്ടുള്ളത്. അമൃത ഭാരതി എന്ന അമൃത ഭാരതം, ഭാരതി ഭാഷയാണ് വിജ്ഞാനം. അമൃത ഭാരതി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ലോകം മുഴുവനും സുഖികളാകട്ടെ എന്നതാണ് നമ്മുടെ സന്ദേശം. ഇതാണ് കഴിഞ്ഞ 38 വർഷമായി ചെറിയ പരീക്ഷകളിലൂടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത്. ഓർക്കുക, ഇന്നും ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾക്ക് അമൃതഭാരതി എന്ന് തുടങ്ങിയ പരീക്ഷകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഹറാമാണ്. പക്ഷെ ഒരു കാലത്ത് മനുഷ്യത്വത്തെക്കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നാൽ സ്വാഭാവികമായും ഇതിനെ, ഈ അമൃതഭാരതി മുന്നോട്ട് വെച്ച ആശയത്തെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടി വരും. പല മഹാന്മാരും ഇതിനെ ഒരു കാലത്ത് എതിർത്തിരുന്ന ആളുകൾ നമ്മുടെ ഈ സിലബസ് കണ്ടപ്പോൾ ഇത് സൂപ്പറാണല്ലോ, ഇത് നമ്മുടെ സ്കൂളുകളിലല്ലോ, ഇത് പഠിക്കണമല്ലോ, ഒരു സെറ്റ് കിട്ടുമോ എന്ന രീതിയിൽ ആളുകൾ എന്താ പറയാ ഇതിനെ കാണുന്നു. പിന്നീട് നമ്മുടെ പ്രവർത്തകരായിട്ട് മാറുന്ന ധാരാളം പേര്. ആ നിലയിൽ അമൃതഭാരതി എന്ന ഈ പ്രസ്ഥാനത്തിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകരെ, സജ്ജനങ്ങളെ, സഹൃദയരെ എല്ലാവരെയും ആത്മാർത്ഥമായി ഞാൻ ഈ വേദിയിലേക്ക് അധ്യക്ഷൻ എന്ന നിലയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഇന്ന് എന്റെ ഒപ്പ്, എന്റെ മാതൃഭാഷ, എന്റെ അഭിമാനം, ഈ ഒരു സന്ദേശം പുതിയ തലമുറയില് എത്തിക്കുക എന്ന വലിയൊരു ദൗത്യം വിദ്യാഭ്യാസ വികാസ കേന്ദ്രം തുടങ്ങിയ നമ്മുടെ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഉപ്പ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടുള്ള പേപ്പർ നിങ്ങളുടെ കയ്യിലെത്തും. അതിൽ എല്ലാവരും മാതൃഭാഷയിൽ ഒപ്പിടണം എന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Shri Ram Ram Shri Ramachandra Shri Ram Ram Shri Ramabhadra Shri Ram Sri Radhi Ram Shri Ram Lokadi Ram Shri Ram 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 Rama Shri Ram Rama Shri Raghava Rama Shri Ram Ramapade Shri Ram Ramaniya Vigraha Namastuti Narayanaaya Namo Narayanaaya Namo Narayanaaya Namo Narayanaaya Namaha Shri Rama Namam paadi vanda painilippenni Shri Ramacharitam ni choli nudiyadi Shariga painathaalum vandichu vandyanmare Shri Rama smadhilode paranju tudangidaan ജ്ഞാനഹോ കൃതാർത്ഥയായി ജഗന്നാഥ നിന്നെ കാണാൻ വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം പത്മചരുത്രാദികളാലപേക്ഷിതം
പാദപത്മസംയത്നപാദം സുരേഷനിരിക്കല്ലോ സിദ്ധിച്ചു പവൻ പ്രസാദാതിരേകത്താലതിന്റെന്തു ബഹുകൽപകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപതേ മധ്യഭാവേന വിമോഹിപ്പിച്ചിരുന്നിദേവം ആനന്ദമയനാരതിമായിതൻ പൂർണ്ണൻ ന്യൂനാതിരേകശോണിന ചയനോ ഭവാൻ ത്വൽപാദാംബുജതാം സുപവിത്രാഗാഭീരതി സർവഭൂഷണവിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിരുന്നതും ത്വൽപ്രഭാവത്താലോ സിദ്ധിച്ചേരല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മധ്യനായന്തരിച്ചൊരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധൂർത്തരം തത്വമദ്വയം സത്യസന്ധമാദ്യം ദീനം നിത്യമപ്യയം ഭജിച്ചിടും നിത്യം ഭക്തിയും ഭവറ്റാരെയും ഭജിച്ചിടും യാതൊരു പാദാംബുജമാരായണിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായിരിക്കും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാതൻ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീ ദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നഗ്മഹം കീർത്തിക്കുന്നു കൽമഷമരം രാമചരിതം രസോയനം കാമരാകാതികൾ തീർന്നാനന്ദം ഒരുവാനായി രാമദേവനെ ജ്ഞാനം ശരണം പ്രാപിക്കുന്നേ ആദിനത്വേ അനേകനവ്യക്തനാകുലൻ വേദനാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം കൊണ്ടു ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭജിച്ചിടും മനസ്സിനാ. ഭാരതി ആചാര്യ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം സരസ്വതി ചിത്രത്തിൽ ആരവണിയിച്ച് നിർവഹിക്കുന്നതിന് വേണ്ടി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആദരണീയ വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ ഗീരാകുമാരി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ബാലേന്ദ്രനാഭൂഷിതാ നീലാകാര സുന്ദരാ സുലളിതാ നിത്യന്നദാനപ്രദാ ശംഖം ചക്രവരാവയം ചക്രധരി സാരസ്വതാർത്ഥപ്രദാ താവാലാ ത്രിപുരാ ശിവേന സഹിതാ ധ്യായാമി 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 മൂകാംബികാം താംബാലാം ത്രിപുരാ ശിവേന സഹിതാ ധ്യായാമി മൂകാംബികാം. ഈ ഒരു സദസ്സിലുമുള്ള ഗുരുക്കന്മാരും സമാധാനങ്ങളും പ്രിയ സുഹൃത്തുക്കൾ, ഒരു വേദവാക്യത്തിൽ നിന്ന്, കാരണം ഇന്ന് മൂകാംബികയുടെ ഒരു ചിത്രത്തിന് മുൻപിൽ ഒരു താരം ചാർത്തിക്കൊണ്ട്, ഒരു എന്താ പറയുക, സുഗന്ധിയായിട്ടുള്ള ഒരു പൂമാല ചാർത്തിക്കൊണ്ട് അറിവിന്റെ ദേവതയെ നമ്മൾ വന്ദിക്കുമ്പോൾ ഒരു വേദ മന്ത്രത്തിലൂടെ, വേദത്തിന്റെ ഒരു ചൊല്ലിലൂടെ തുടങ്ങാമെന്ന് തോന്നുന്നു. നഹി ജ്ഞാനേന സദൃശം പവിത്രം എന്ന വിദ്യയിൽ ജ്ഞാനത്തോളം സദൃശമായിട്ടുള്ള പവിത്രമായ ഒന്ന്, അതിനേക്കാളും പവിത്രമായ ഒന്ന് മറ്റൊന്നുമില്ല. അപ്പൊ ജ്ഞാനമാണ് ഏറ്റവും പവിത്രമായത്, അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു ഘടകം. നമ്മൾ എന്താണ് വേദകാലം തൊട്ട് തന്നെയുള്ള വിശ്വാസം. എന്തിനേറെ വേദം എന്ന വാക്ക് തന്നെ അറിവ് എന്നാണ് അർത്ഥം. ഈ അറിവ് നമ്മൾ ആർജിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ജ്ഞാനം, നമുക്ക് മറ്റുള്ള പല ശാസ്ത്രങ്ങളുടെയും ജ്ഞാനം ആവശ്യമാണ്. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിലാക്കാവുന്നതും കണ്ടാലും മനസ്സിലാക്കാൻ പറ്റാത്തതുമായ ചൈതന്യങ്ങളുടെ ഒരു ആകാരമാണല്ലോ ഈ ഭൂമി, നമ്മുടെ വാസസ്ഥലം. ഈ ഭൂമിയിലുള്ള ഇത്തരത്തിലുള്ള ചൈതന്യങ്ങളെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ, അതിന്റെ കർമ്മകാണ്ഡം എന്ന് പറയുന്ന യാഗാദി കർമ്മങ്ങളുടെ ഭാഗങ്ങൾ, അതിന്റെ ആന്തരികാർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വേദാന്തം പോലെയുള്ള ശാസ്ത്രങ്ങൾ, ഇതെല്ലാം ഭാരതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള അറിവിന്റെ തലമാണ്. ഇതുകൊണ്ട് തന്നെയാണ് മൂകാംബികയുടെ ധ്യാനശ്ലോകമായിട്ടുള്ള യാഗുന്ദേതു തുഷാരഹാരത്തോട് അതുങ്ങൾ കേട്ടുകൊണ്ടായിരിക്കുന്നു. യാഗുന്ദേതു തുഷാരഹാര ധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവര ഗന്ധമണ്ഡിത യാ ശ്വേത പദ്മാസന യാ ബ്രഹ്മാചുര ശങ്കര പ്രഭൃതി നിർദേവൈസര മന്ദിരാ സാമാം പാദം സരസ്വതി ഭഗവതി നിശേഷ ജാഡ്യവഹ സാമാം പാദം സരസ്വതി ഭഗവതി നിശേഷ ജാഡ്യവഹ. നിശേഷമായൊരു ജാഗ്രതയെ നമ്മളിലുള്ള അറിവില്ലായ്മയെ ഇല്ലാതെയാക്കണം. ഈ അറിവില്ലായ്മയുടെയാണ് നമ്മുടെ ഉള്ളിൽ, നമ്മളെ ആന്തരികമായി നമ്മുടെ മനസ്സിൽ ചോർന്നു നിൽക്കുന്ന ഒന്നാണ്. അതിനെ ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് ഗുരുവിന്റെ ആവശ്യമുണ്ട്, നമുക്കൊരു ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഒരു വിദ്യയുടെ ആവശ്യമുണ്ട്. ഗുരു എന്ന വാക്കിന് തന്നെ അർത്ഥം നമുക്കറിയാം. ഗു എന്ന് വെച്ചാൽ ഇരുട്ടാണ്, ഗുരു എന്ന് വെച്ചാൽ ബോധിക്കുന്നവൻ, ശത്രു എന്നാണ് അർത്ഥം. അപ്പൊ ഇരുട്ടിന്റെ ശത്രുവായിട്ടുള്ള ഗുരു നമ്മളിലേക്ക് വെളിച്ചം പകർന്നു തരുന്നു, നമ്മളെ അറിവിന്റെ ലോകത്തിലേക്ക് നമ്മളെ നടത്തുന്നു.
നമ്മളിലെ അജ്ഞാനം എന്ന ഇതൊക്കെ തന്നെയാണ് ഭാരതത്തിന്റെ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ മൃദംഗമയ തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് അക്ഷരത്തിന്റെ നാശമില്ലാത്ത ഒന്നാണ്. അക്ഷരം വിളിച്ച നാശമില്ലാത്ത ഒന്നാണ്. അപ്പൊ ഈ അക്ഷരങ്ങളുടെ നാശമില്ലാത്ത ഒരു ലോകത്തിലേക്ക്, ആ പവിത്രമായ ഒരു ലോകത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുക എന്നുള്ളതാണ് വിദ്യയും അറിവും എല്ലാം നമ്മളെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേദം എന്ന വാക്കിന് അറിവ് എന്ന് തന്നെ നമുക്ക് അർത്ഥം പറയേണ്ടി വരുന്നത്. ഈ അറിവ് നമ്മളെ എന്താക്കുന്നു? നമ്മളിൽ നിന്ന് ഉയർത്തുന്നു. എല്ലാ അറിവുകളും എങ്ങനെയാണ് നമ്മളിൽ നിന്ന് ഉയർത്തുകയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മ എൻ്റെ കുട്ടിക്കാലത്ത് പറയുന്ന ഒരു കടങ്കഥ പറയാം. കുട്ടിക്കാലത്ത് നമ്മൾ കുട്ടികളായിരിക്കും കടങ്കഥ പറഞ്ഞ് കളിക്കുമല്ലോ. അപ്പൊ എൻ്റെ അമ്മ പറയുന്ന ഒരു കടങ്കഥയാണ്: വെളുത്ത കണ്ടത്തിൽ കറുത്ത് വിത്തിട്ടു, കണ്ണോട് നോക്കി കാവ് കൊണ്ടുപോയിട്ടു. വെളുത്ത കണ്ടം എന്ന് പറയുന്നത് വെള്ള പേപ്പറാണ്, കറുത്ത അക്ഷരങ്ങൾ അതിലെ കറുത്ത വിത്തുകളാണ്. അത് കണ്ണുകൊണ്ട് നോക്കി നാവ് കൊണ്ട് കൊയ്യുമ്പോൾ ആ വിളവ് നിറയുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ മനസ്സിന്റെ വിശാലതയാണ്, നമ്മുടെ ചിന്തകളുടെ ഔന്നത്യത്തിലാണ്. അവിടെയാണ് നമ്മൾ ഈ അറിവുകൾ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആർജിക്കുന്ന ഈ അറിവ് എന്ന് പറഞ്ഞാൽ വേദങ്ങളാണ് നമ്മുടെ പൗരാണികമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക, നമ്മുടെ പൈതൃകമായിട്ടുള്ള നമ്മുടെ അറിവുകൾ. ഈ അറിവുകളാണ് നമ്മളാക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. നമ്മൾ കൾച്ചർ എന്നത് നമ്മൾ പറയും. കൾച്ചർ എന്ന പദം തന്നെ ഒരു ഇംഗ്ലീഷ് പദമാണ്. ഇംഗ്ലീഷ് പദത്തോട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൾച്ചറിന്റെ അർത്ഥം മനസ്സിലാവും. പക്ഷെ അതിന്റെ സംസ്കൃത പദമുണ്ട് കലാചാര എന്നാണ്. ആചരിച്ചു വരുന്ന കാലം എത്രയോ കാലങ്ങളായി നമ്മളുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആചരിച്ചു വരുന്ന കല എന്ന് പറയുന്നത് ഒരു ആചാരമാണ്. ഇങ്ങനെ ആചരിച്ചു വരുന്ന ആചാരങ്ങളിലൂടെ നമ്മൾ എന്താണ് അറിയുന്നത്? നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള, നമ്മളുടെ എന്താ പറയുക, പൈതൃകമായിട്ടുള്ള നമ്മളുടെ അറിവുകളെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അറിവുകൾ നമ്മളെ നാളേക്ക് നയിക്കും. നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? നമ്മുടെ പൈതൃകത്തെ കുറിച്ച് നമ്മുടെ വരും തലമുറയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. വേദത്തിനെ നമ്മൾ അറിയണമെങ്കിൽ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ചിലപ്പോൾ നരസിംഹാഷ കൂടി ഇരിക്കുന്നു. വ്യാകരണം അത്യധികം പഠിച്ചിട്ടുള്ള ആള്, വ്യാകരണം സ്പെഷ്യലൈസ് ചെയ്ത ആള്. ശിക്ഷ നമ്മൾ പറയുന്നത് മലയാളത്തിൽ അർത്ഥമല്ല. അവിടെ ശിക്ഷിച്ചപ്പോൾ നമ്മൾ ശിക്ഷയുടെ നമ്മളെ കൂടുതൽ ചർച്ച ചെയ്യുന്ന കാലമാണ്. ശിക്ഷ കിട്ടുന്നവരെ കുറിച്ച്, കിട്ടിയവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന കാലമാണ്. ശിക്ഷ എന്ന് പറയുന്നത് ഫോണറ്റിക്സ് ആണ്. എങ്ങനെ ശബ്ദം ഉണ്ടാകുന്നു, ഏതൊക്കെ സ്ഥാനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നത്. വ്യാകരണം പഠിച്ച ആളുകൾക്ക് അറിയാം. അപ്പൊക്കെ വിസർജന ചെയ്യാനാം, കണ്ണ, ഇച്ചിയോചാരം, താരു, കടകൾ, നമുക്ക് താരു, പാലറ്റൻസ്, അതുപോലെ സെറിബ്രൽസ്, കുറെ ശബ്ദങ്ങളുണ്ട്. ഇതിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക അവയവങ്ങളും ഉണ്ട്. അഭ്യന്തര പ്രയത്നം, ബാഹ്യ പ്രയത്നം ഒക്കെ വ്യാകരണം പഠിച്ച ആളുകൾ പറയും. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ശാസ്ത്രത്തെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ശാസ്ത്രങ്ങളാണ് ശിക്ഷ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മളെപ്പോഴും പാശ്ചാത്യരുടെ അറിവുകളാണ് ഗംഭീരമെന്ന് നമ്മളെപ്പോഴും ഘോഷിക്കാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുന്നത് BC 3-ാം നൂറ്റാണ്ടിലെ കൈക്രിയ പ്രാതിശാഖ്യത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കൃത്യമായി നമ്മൾ നിയമങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ തിയറികൾ ഉണ്ടായി കഴിഞ്ഞു. BC 3-ാം നൂറ്റാണ്ടിൽ. 17-ാം നൂറ്റാണ്ടിൽ AD അടുത്ത കാലഘട്ടത്തിൽ അലോപതിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് മനുഷ്യരെ ഹ്യൂമൻ അനോട്ടമി ഉണ്ട് എന്നും മനുഷ്യന് ശരീരമുണ്ട് എന്നും ശരീരത്തിൽ തൊണ്ടയുണ്ട് എന്നൊക്കെ പാശ്ചാത്യത്തിൽ പഠിക്കുമ്പോഴാണ് ശബ്ദത്തെ കുറിച്ചും ശബ്ദത്തിന്റെ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ അവർ ബോധ്യപ്പെടുന്നത്. എങ്ങനെയാണ് അവരെല്ലാം ഭാരതത്തിൽ എത്രമാത്രം ഉറ്റുനോക്കുന്നവരായി ചെയ്യുന്നത്? അത് നമ്മുടെ എന്താ പറയാ ആധ്യാത്മിക പൈതൃകമാണ്, നമ്മുടെ ആധ്യാത്മിക ബോധമാണ്. എന്താ പറയാ, രണ്ടില്ല ഒന്നാണ് എല്ലാ മനുഷ്യരും അല്ലെ എല്ലാ ജീവജാലങ്ങളും ഈ ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളും ഒരേ ആത്മാവിന്റെ തന്നെ അംശങ്ങളാണ് എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ അദ്വൈത ചിന്തയാണ് അവരെ അതിജയിപ്പിക്കുന്നത്. മറ്റൊന്ന് ഇതേപോലെയുള്ള നമ്മുടെ ശാസ്ത്ര പൈതൃകവുമാണ്, ശാസ്ത്രമാണ്. നമ്മളെ ഭരിക്കാൻ വേണ്ടി വന്ന അവര് വേദവും പ്രാതിശാഖ്യവും എല്ലാം മനസ്സിലാക്കി പഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അവർ നമ്മളുടെ എത്രമാത്രം എക്യുറേറ്റ് ആയിരുന്നു നമ്മുടെ ഋഷിവര്യന്മാർ എന്ന് മനസ്സിലാക്കുന്നത്. വേദം യാഗം ചെയ്യണമെങ്കിൽ ചിതി തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മളതിനെ അൾത്താർ എന്ന് പറയും ഇംഗ്ലീഷ്. നമ്മൾ പള്ളിയിൽ പറയുന്ന അൾത്താരയും അത് തന്നെയാണ്. ഭാഷ ഈ മുറുക്കൽ വാക്കുകൾ ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. അപ്പോ ഇത്തരത്തിൽ ഈ ചിതി നിർമ്മിക്കുന്ന സമയത്ത് അതിന് അളവ് ആവശ്യമാണ്. എത്ര ഇഷ്ടിക, ഏതളവ്, ഏത് ഷേപ്പ്, ഇങ്ങനെയുള്ള തരത്തിലാണ് നമ്മൾ ജോമെട്രി വളരുന്നത്. ഇത്തരത്തിലുള്ള സൂത്രങ്ങൾ കൽപ്പസൂത്രം എന്ന് പറയും. വ്യാകരണം ഇന്ന് നമ്മൾ ഏറ്റവും സൂക്ഷിക്കപ്പെടുന്നു. കമ്പ്യൂട്ടറിന് ഏറ്റവും അനുയോജ്യമായ ഭാഷ സംസ്കൃതമാണ് എന്ന്. എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് അനുയോജ്യമായ ഭാഷയായി സംസ്കൃതം വളർന്നത്? പാണിനിയുടെ അഷ്ടാധ്യായിയുടെ ഒരൊറ്റ ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ടാണ്. അത്രയും കൃത്യമായ രീതിയിൽ
ഭാഷയുടെ 8 അധ്യായങ്ങളിലൂടെ ഭാഷയുടെ എല്ലാ നിയമങ്ങളെയും പറയും. നൃത്താവസാനെ നടരാജരാജക നനാദരത്ത അവ പഞ്ചപാൽ ഉദ്ധത്വകാമഹ സരകാതി സിദ്ധാൻ. അപ്പൊ ഇത്തരത്തിലെ ഏകവിമർശ ശിവസൂത്രജാലം 14 തവണ ശിവൻ തന്റെ ഡെക്കയിൽ അടിച്ചു. ആ 14 അടിച്ച ശബ്ദങ്ങളിൽ നിന്ന് നോക്കൂ, ഈ 14 സൂത്രങ്ങളിൽ നിന്ന് ഒരു വലിയ ഭാഷാശാസ്ത്രം മുഴുവൻ രൂപപ്പെടുകയാണ്. അച്ചുകൾ, ഹല്ലുകൾ, വവൽസ്, കോൺസോണൻസ്, ഇങ്ങനെ ഭാഷയുടെ ഒരു ഈ 14 എന്താ പറയാ സൂത്രങ്ങൾ ഈ ഡെക്കയുടെ ശബ്ദങ്ങളിൽ നിന്ന് ഒരു വലിയ ഭാഷാശാസ്ത്രം വിഭാവനം ചെയ്ത ഒരു ഭാഷാശാസ്ത്രം ചിന്തിച്ച് അന്നൊന്നും എഴുതി വെക്കാൻ ഭാഷയുണ്ടോ എന്നാർക്കും കൂടാ. ലിപികൾ അന്ന് കുറവാണോ? അപ്പൊ ഇത് മുഴുവൻ ഈ സൂത്രങ്ങൾ 4500ഓളം സൂത്രങ്ങൾ പാടേണ്ട തലയിലായിരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 19ാം നൂറ്റാണ്ടിലുള്ള വലിയ ഗോഫീൽഡിനെ പോലെയുള്ള ലോകം കണ്ട വലിയ വലിയ ലിംഗ്വിസ്റ്റുകൾ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചാൽ, അതിന്റെ ബോളിംഗ് വൺ എന്താണെന്ന് ചോദിച്ചാൽ അത് പാണിനിയാണ്, പാണിനിയുടെ ബ്രെയിനാണ് എന്ന് ശാസ്ത്രപ്പെടുത്തിയത് എന്ന് പറഞ്ഞത്. ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ പൈതൃകത്തെ മനസ്സിലാക്കുക. നിരുക്തം എന്താണ് നമ്മുടെ സംസ്കൃത ഭാഷയുടെ പ്രത്യേകത, എന്താണ് അതിന്റെ ശാസ്ത്രീയത? എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ശാസ്ത്രീയതയാണ്. സംസ്കൃത ഭാഷയുടെ ശാസ്ത്രീയതയാണ്. എന്താണ് ശാസ്ത്രീയത? നിങ്ങൾ ഏത് പദം പറഞ്ഞാൽ കിട്ടാൻ നിരുക്തി പറയാൻ പറ്റും, ഡെറിവേഷൻ പറയാൻ പറ്റും, ഏത് പദം പറഞ്ഞാൽ. പക്ഷെ ഒരു ഭാഷയും ലോകത്തിൽ അത് സാധിക്കുമോ എന്നുള്ളത് ഇപ്പൊ നമ്മൾ പാദകം എന്ന് പറഞ്ഞാൽ പാദം കൊണ്ട് പാലം ചെയ്യുന്നത് എന്ന് സംസ്കൃതത്തിൽ അർത്ഥം പറയുന്നു, അല്ലെങ്കിൽ ഉദ്ഭേദന കർത്ത ഇത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പ്രിയം എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ പ്രത്യേക ഉത്തരവൊന്നുമില്ല. അതങ്ങനെ പണ്ടേ തൊട്ട് പറഞ്ഞു വരുന്നു. ഇത്തരത്തിൽ ശാസ്ത്രീയതയാണ് നമ്മുടെ സംസ്കൃത ഭാഷയുടെ, നിരുക്തിയാണ്, നിരുക്ത ശാസ്ത്രമാണ്. ഛന്ദസ്, വേദം എന്നർത്ഥം പറയാം. ഈ ലോകത്തെ മുഴുവൻ മറച്ചിരിക്കുന്നത് ചന്ദാംസി ചാതന കസ്കൻ പറയുന്നു, മറയ്ക്കപ്പെട്ടിട്ടുള്ളത് ഈ ലോകത്തെ മുഴുവൻ വേദ തത്വങ്ങളെ കൊണ്ട് മറയ്ക്കപ്പെട്ടിട്ടുള്ളത്. അല്ല, ഇങ്ങനെ ഓരോന്നിനും അർത്ഥം പറയാൻ നമുക്ക് പറ്റും, നിരുക്തി പറയാൻ പറ്റും. ഛന്ദസ് നമുക്ക് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറുണ്ട്. എന്താണ് ഭാരതത്തിന്റെ IKS കൂടുതൽ ചർച്ച ചെയ്യുന്ന കാലമാണ്. എന്താണ് ഭാരതത്തിന് സംഭാവന ലോക ഗണിതത്തിനെ ചോദിച്ചാൽ നമ്മൾ പറയാം സീറോയാണ്. ശരിയാണ്. ദ കോൺസെപ്റ്റ് ഓഫ് സീറോ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഇന്ത്യൻ സ്കോളേഴ്സ്. നമ്മുടെ ഇന്ത്യയിലെ പഴയ പൗരാണികരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പഴയ ശിവജന്യമാരായിട്ടുള്ള ആളുകളാണ് ചന്ദ്രശാസ്ത്രത്തിലെ രൂപശൂന്യം എന്നുള്ള സൂത്രമുണ്ട്. അപ്പൊ രൂപശൂന്യം എന്നുള്ളത് ഇന്നത്തെ പാസ്കൽ സ്ട്രൈയാണ്. അന്നൊക്കെ മേലുതല പ്രസ്ഥാനങ്ങളുടെ പേരിൽ നമുക്ക് കാണാൻ പറ്റിയ പ്രൊഡ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെ ഇത്രയോ 8 അക്ഷരമുള്ള ഒരു ഛന്ദസ്സിൽ നിന്ന് നമുക്ക് പ്രസ്ഥാനം വഴി ഗുരുലിംഗുക്കളെ വിന്യസിക്കുന്നതിന് വ്യത്യസ്തത വഴി 256 തരത്തിൽ നമുക്ക്. അപ്പൊ 2⁸8 ആണ് ഒരു 8 അക്ഷരമുള്ള ഒരു വരി എന്ന് പറഞ്ഞാൽ എത്രമാത്രം അന്ന് ഗണിതം വികസിച്ചിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് തന്നെ നമ്മൾക്ക് ചന്ദ്രശാസ്ത്രത്തിൽ ഗണിതം എന്നുള്ളത് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വിഷയമാക്കി എടുക്കാനുള്ള തക്കവണ്ണം വിഷയമുള്ള ഒന്നാണ്. ഈ തരത്തിൽ എത്രയോ ജ്യോതിഷ പറയും വേണം. നമുക്കറിയാം നമ്മുടെ ഭാസ്കരാചാര്യനെ പോലെയുള്ള ആളുകൾ ഭാരതത്തിന് കൊടുത്തിട്ടുള്ള സംഭാവന, ഭാരതത്തിനല്ല ലോകത്തിന് ആദ്യമായി ഭൂമിയല്ല ഈ ലോകത്തിന്റെ കേന്ദ്രം എന്നും സൂര്യനാണ് എന്നും ഭൂമി സ്വന്തം അച്ഛനടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അന്നും അദ്ദേഹം ഈ കളിയാക്കലുകൾ എന്താ പറയുക നേരിടേണ്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഭൂമി സ്വയം കറങ്ങുന്നു എങ്ങനെയാണ് പക്ഷികൾക്ക് സ്വന്തം കൂട് കണ്ടെത്താൻ പറ്റുക? അദ്ദേഹത്തോട് ചോദിച്ചാൽ മതിയാണ്. അല്ലെ, ഭൂമി തിരിഞ്ഞ് വേറെത്തിക്കിലെത്തിയിട്ടുണ്ടല്ലേ, ഇപ്പൊ കിളികൾ എങ്ങനെയാണ് കൂട് കണ്ടെത്തുക എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാതെ അന്നും പൂർവപക്ഷങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ആചാര്യവന്മാരുടെ കൃഷ്ണയ്ക്ക് യാതൊരു അവസാനവുമില്ലായിരുന്നു എന്നർത്ഥം. അത്തരത്തിൽ നമ്മുടെ മാത്തമാറ്റിക്സും ഗണിതവും ജ്യോതിശാസ്ത്രവും എല്ലാം കൂടിച്ചു കലർന്ന് കിടക്കുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പറയാത്തൊരു വിഷയമാണ്, നരസിംഹർഷണം കേട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സജീവമായ ശാസ്ത്രം നമുക്കുണ്ട് ഭാരതത്തിന്. പക്ഷെ അതേസമയം തന്നെ ഇതിൽ കുറെ മിത്തോളജിക്കലായിട്ടുള്ള കലർപ്പുകളും നമുക്ക് വന്നിട്ടുണ്ടാവും. ഈ കലർപ്പുകളെ നമ്മൾ വേർതിരിച്ച് നമ്മുടെ ശാസ്ത്രത്തെ ശാസ്ത്രമായും മിത്തോളജിയായും കണ്ടെത്താൻ പറ്റുന്നിടത്താണ് നമ്മളുടെ വിജയമായി നമ്മുടെ ശാസ്ത്രബോധം വളർത്തേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പുതുതലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കേണ്ടത്. എല്ലാം കൂടെ പൊടികലർന്ന് കിടക്കുന്നു. ഈ പൊടികലർന്നുകളെ നമ്മൾ തിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്.
ജ്യോതിഷത്തിൽ ഇത്തരത്തിൽ നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ നമുക്കറിയാം. വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി പോലെയുള്ള ആളുകൾ 55 വർഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം. 55 വർഷം ഭാരതപ്പുഴയുടെ തീരത്ത് 55 വർഷം രാത്രി ഭാരതപ്പുഴയുടെ തീരത്ത് മലർന്നു കിടക്കുന്ന നക്ഷത്രങ്ങളുടെ ചലനങ്ങളെ ഗണിച്ചുകൊണ്ട് നക്ഷത്രങ്ങളിലെ ചലനത്തെ ഗണിച്ചുകൊണ്ട് ദൃഗടിത പരിണിതം പോലെയുള്ള ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ സംഗമഗ്രാമം മാധവൻ, നീലകണ്ഠ സ്വാമിയാച്ചി, തൃക്കണ്ടിയിലത്ത് അച്യുതൻ പിഷാരടി, എത്രയോ മഹാനുഭാവങ്ങൾ കേരളത്തിന്റെ അഭിമാനങ്ങളാണ്. എങ്ങനെയാണ് ഇങ്ങനെ സാധ്യമാകുന്നത്? ഈ അർപ്പണബോധമാണ് കേരളം. ഈ തരത്തിൽ എന്താ പറയാ, ശാസ്ത്രത്തെ നമ്മൾ വളരെ കൃത്യമായി വ്യഭിചേദിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതേ സമയം തന്നെ മിത്തോളജിക്കൽ സൂര്യനും ചന്ദ്രനും നമ്മളുടെ എന്താ പറയാ വിഷ്ണുവിന്റെ 2 നേത്രങ്ങളാണ്. അപ്പൊ ഈ നമ്മളിവിടെ ഗ്രഹത്തിന്റെ പഠിക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് മിത്തോളജിക്കലായിട്ട് നമ്മൾ സൂര്യ മറുകേള എന്തിനാണല്ലേ രാമൻ എന്താണ് ത്യാഗരാജ സ്വാമികൾക്ക് പരബ്രഹ്മ രൂപിയാണ്. ആ പരബ്രഹ്മ രൂപിയായിട്ടുള്ള രാമ എന്തിനാണ് നമ്മൾക്കിടയിൽ ഈ ഒരു മതം? ഭാരതത്തിന്റെ പൈതൃകമാണ്, ആധ്യാത്മിക ബോധമാണ്. ഈ തരത്തിലും കൂടെ ലോകം നമ്മൾ ഉറ്റുനോക്കുന്നത് അല്ലേ? ഇത് അന്ന് മാത്രമല്ല, കഥാനുസൃതമായി ഇതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ അല്ലെ രാമാനുജൻ, ദ്വൈതം, വിശിഷ്ടാദ്വൈതം ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ഒരു തത്വചിന്ത രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിന് മാറ്റം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ശാസ്ത്രവും ഒരു തത്വചിന്തയും ഒരുപോലെ സ്റ്റാൻഡേർഡായി നിൽക്കുകയില്ല. കാലാനുസൃതമായ മാറ്റം സംഭവിക്കും. അതായത് വളർച്ചയാണ്. എന്തുകൊണ്ടാണ് സംസ്കൃത ഭാഷ ഒരു മരിച്ചുപോയി എന്നാണെന്ന് പറയുന്നത്? സംഭാഷണം ചെയ്യുമ്പോൾ ഒരു ഭാഷയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഈ ചേഞ്ച് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദാറ്റ് ലാംഗ്വേജ്. ദാറ്റ് ഷോസ് ദാറ്റ് ലാംഗ്വേജ് ഈസ് ഗ്രോയിങ്. ഈ മാറ്റങ്ങളാണ് ഭാഷയുടെ വളർച്ച എന്ന് പറയുന്നത്. നമ്മൾ പൊതുജനം സംസാരിക്കാതിരിക്കുന്നിടത്ത് ആ ഭാഷയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കുക വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഡെഡ് ലാംഗ്വേജ് എന്നൊക്കെ പറയപ്പെടുന്നത്. ഈ തരത്തിൽ നമ്മൾ ഒരു വളരെ സമഗ്രമായ ബോധത്തോടു കൂടി നമ്മുടെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുമ്പോൾ ഒരാളെന്ന് നൽകി ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു പക്ഷേ ശങ്കരാചാര്യ കേരളത്തിൽ വന്നതുകൊണ്ടായിരിക്കും അത്രയും തീഷ്ണമായ ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. കേരളത്തിൽ ഒരു പ്രത്യേക കഴിവാണ്. ഏത് കാര്യം കിട്ടിയാലും അത് കേരളത്തിന്റെ ലെവലിലേക്ക് അത് മാറ്റും, വേറൊരു തരത്തിലേക്ക് അവർ മാറ്റും. ഏത് കാര്യം കിട്ടിയാലും ഒരു ക്രിയേറ്റീവ് കൂടുതലാണ് കേരളീയർക്ക്. ആയുർവേദം ബൗദ്ധരും ഉള്ളതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പഞ്ചകർമ്മ ചികിത്സ കൂട്ടി, നമ്മൾ നമ്മുടേതായ രീതികൾ കൂട്ടി, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ പരിഷ്കരിച്ചു. അതുപോലെ നമ്മൾ വെക്കില്ല, നമ്മളതിനെ പരിഷ്കരിച്ച് വേറൊന്നാണ്. അത് കേരളത്തിന്റെ പ്രത്യേക കഴിവാണ്. ശങ്കരാചാര്യര് നമുക്കറിയാം എത്രയോ തത്വങ്ങൾ അദ്ദേഹം പറയുന്നു. എത്രയോ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി എത്രയോ സാധാരണ ജനങ്ങളൊക്കെ പറഞ്ഞുകൂടാ, സംസ്കൃതം അറിയുന്ന ആളുകൾ തരം പറയേണ്ടി വരും. ഭജഗോവിന്ദം പോലെയുള്ള ജനങ്ങളിലൂടെ അദ്ദേഹം ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ നശ്വരതയും നളിനി തരംഗ ചില മതിതരണം വിശ്വാമാകാം ഇതൊന്നും ഈ എങ്ങനെയാണ് ജീവിതം അതിതരണം ഈ എങ്ങനെയാണെന്ന് അവരുടെ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ കിടന്ന് തുള്ളി കളിക്കുന്നത് അല്ലെ? ചെവിന്റെ അല്ലെങ്കിൽ വെള്ളം കിടക്കുന്നത് പോലെ എങ്ങനെയാണ് അവരുടെ അല്ലെങ്കിൽ വെള്ളം നിന്ന് കളിക്കുന്നത്? അതുപോലെ നമ്മുടെ ആത്മാവ് ഇവിടെ നമുക്ക് ഒരു കെട്ടുപാട് ചെയ്യാൻ നിൽക്കുന്ന ഒന്നാണ്. എന്നൊക്കെയുള്ള നമ്മളുടെ ആത്മബോധത്തെ വളർത്താൻ ശങ്കരാചാര്യൻ ഇത്രയൊക്കെ ചെയ്തത് പക്ഷേയൊക്കെ അറിയാനായതുകൊണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഉദ്ദേശം. കാരണം ഗഹരിയർക്ക് നമ്മൾ നോക്കട്ടെ, നമ്മുടെ അടുക്കളയിലുള്ള കഥകൾ പോലും നമുക്ക് കുറേയൊക്കെ ഒരു വൈദ്യശാസ്ത്രം അറിയുന്ന അമ്മമാർക്ക് എന്നുള്ളതാണ്. രസം ഒരുതരം കഷായമാണ്, ചുക്കുകപ്പി ഒരുതരം കഷായമാണ് അല്ലെ? ഒന്ന് അല്ലെങ്കിൽ നമ്മുടെ താളം പോലെയുള്ള കലകൾ ഒരുതരം മരുന്നാണ്. ശ്വാസകോശത്തെ ഒന്നാക്കാൻ കഫക്കെട്ടുണ്ടെങ്കിൽ മാറാൻ. ഇങ്ങനെ നമ്മുടെ അറിവുകൾ നാട്ടറിവുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഒരു കാവം കുടുംബം നമ്മുടെ ഓരോ വീടുകളോട് കൂടി നിലനിർത്തുന്ന ഒരു ഇക്കോളജിക്കൽ ഏകാഗ്രസ്. ഇക്കോളജി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചോദിക്കും ഇത് പുതിയ വാക്കാണ്. ഇത് വല്ലാണ്ട് സംസ്കൃതം എഴുതി പദം ഔഗസ് എന്നാണ് വാക്ക്. അനൗഗസ പരത്തിൽ വസിക്കുന്ന ആളുകൾ. ഈ ഓഗസ് എന്ന വാക്കിൽ നിന്നാണ് ഇക്കോളജി എന്ന വാക്കുണ്ടാവുന്നത് തന്നെ. നമുക്കറിയുന്ന വാക്കാണ്, പക്ഷെ അത് വിഭവമാണ്. വരുമ്പോൾ നമുക്ക് സംശയം തോന്നുകയുണ്ട്. ഈ തരത്തിൽ ഓരോ കുടുംബത്തോടും ഓരോ തറവാടിനോടും കുറെ വെട്ടാത്ത മരങ്ങൾ, ഒരു കുറച്ച് വാട്ടർ പ്രിസർവേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇതൊക്കെ നമ്മുടെ പൗരാണികമായ അറിവുകളാണ്. ഈ അറിവുകൾ പ്രധാനമാണ്, ശാസ്ത്രവും പ്രധാനമാണ്. നമ്മൾ ഒരറിവും ചെറുതല്ല, ഒരറിവും വലുതുമല്ല. എല്ലാം നമ്മൾ മനുഷ്യന്റെ മാനസിക നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കേരളീയനായതുകൊണ്ട് അത് വീണ്ടും വീണ്ടും അത് വളരെ സാധാരണ ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഞാൻ പല വരുന്നത് അല്ലെ? പൂന്താലങ്ങൾ
അല്ല മാളിക മുകളിൽ മന്നന്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നത് പോവാൻ, കണ്ടു ഇരിക്കും ജനങ്ങളെ കണ്ടിൽ നിന്ന് വരുത്തുന്നത് പോവാൻ. ഇത്തരത്തിൽ ആത്മബോധം തന്നെയാണ് ഇതെല്ലാം. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ തന്നെയാണ്. ഇതും പറയുന്നത് അദ്വൈത ബോധം തന്നെയാണ്. അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെയാണ്. ഒരു പീഡ ഉറുമ്പിനും വരുത്തരുത്, ഒരു ദോഷവും ഒരു ഉറുപ്പാണെങ്കിൽ പോലെ അനുഭവിച്ചുകൂടാ. അഹിംസയാണ് ഇത്. ഇങ്ങനെയല്ല പറയും അഹിംസ. എന്താണ് അഹിംസ എന്ന്? ഗാന്ധി ഇത്രയും എല്ലാ നമ്മുടെ ഗീതയും എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ഒറ്റ പദം അഹിംസയാണ്. എങ്ങനെയാണ് അഹിംസ ഇത്രയും സമന്നതമായ ഒരു പദമായി തീരുന്നത്? അഹിംസ എന്ന് പറയുന്നത് കൊല്ലുക. നമ്മളിപ്പോ നാട്ടിൽ പറയും കൊന്നാ പാവത്തി ഇന്നാ തീരുന്നു, അങ്ങനെയെങ്കിലും നമുക്ക് നാട്ടിൽ പറയാം. അല്ല, നമ്മൾ പാവം ചെയ്താൽ അനുഭവിക്കുക തന്നെ വേണം. ഇത് കർമ്മത്തിലല്ലേ അനുഭവിച്ച് ആ കർമ്മഫലം വരുമോ? അതൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളുടെ അഹിംസ എന്ന് പറയുന്നത് ശങ്കരാചാര്യ സർവദർശന സംഘടനത്തിൽ പറയുന്നു, സർവ വേദാന്ത സംഘടനത്തിൽ പറയുന്നു, അഹിംസ ഔമനക്കായേഹി പ്രാണി മാത്രാത്മപീഡനം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ഒരു ജീവനെയും വേദനിപ്പിക്കാതിരിക്കലാണ്. 3 ഇന്ദ്രിയങ്ങളാണ് മനുഷ്യരുടെ. വാക്കുകൊണ്ട് നമുക്ക് ഒരാളെ വേദനിപ്പിക്കാം, സന്തോഷിപ്പിക്കാം, അല്ലെ? അതൊരു ഇന്ദ്രിയമാണ്. നമ്മുടെ വാഗിന്ദ്രിയം, നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ. മനസ്സുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, മറ്റുള്ള ദോഷം ചിന്തിക്കാം, നല്ലത് ചിന്തിക്കാം. അപ്പൊ ഈ 3 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തെയാണ്, ആ കർമ്മം കൊണ്ട് ഒരാളെയും ഭക്തി ചെയ്യാതിരിക്കലാണ് അഹിംസ എന്ന് പറയുന്നത്. നമ്മുടെ പണ്ടത്തെ നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ നാമം ചെയ്തി കഴിഞ്ഞാൽ പറയും, അവസാനം ചെയ്യുന്നത് എന്താണ്? കയേന വാച മനസേന്ദ്രിയെ വാ ബുദ്ധ്യാത്മന വാ പ്രകൃതി സ്വഭാവ കരോപിയ സകലം പരസ്മേ നാരായണായ എന്നെ സമർപ്പയാണ്. എന്തൊക്കെ ഞാൻ ചെയ്തോ, വാക്കുകൊണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട്, എന്റെ മനസ്സുകൊണ്ട്, ഇതെല്ലാം ഞാൻ ആർക്ക് വേണ്ടി അർപ്പിക്കുന്നു? നാരായണന് വേണ്ടി അർപ്പിക്കുന്നു. ഇങ്ങനെ കാലാനുസൃതമായ മാറ്റങ്ങൾ. ഇത് കേരളത്തിന്റെ മക്കൾക്ക് ഇതെല്ലാം. അതുകൊണ്ടാണ് നമുക്ക് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി, കേരള സ്കൂൾ ഓഫ് ആയുർവേദ, അല്ലേ? എനിക്ക് ഇങ്ങനെയുണ്ടാവുന്നത് കേരളത്തിന്റെ മക്കൾക്ക് പുതുതായി ചിന്തിക്കാൻ, ഒരു നൂതനമായി ചിന്തിച്ചതിനെ കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉദാഹരണം പറയുന്നത്. ഈ നോർത്ത് ഭാഗത്ത് എവിടെയോ ഉണ്ടായ ഗീതഗോവിന്ദ പോലെയുള്ള ഒരു കൃതി, പരമായിട്ടുള്ള രാധയുടെയും കൃഷ്ണന്റെയും വിലാസങ്ങൾ വർണ്ണിക്കുന്ന ഒരു കൃതി. ഈ കൃതിയെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിച്ചത് കേരളീയർ? നമ്മളത് സോപാന സംഗീതമായിട്ടാണ്. സോപാന സംഗീതം എന്ന് പറയുന്നത് അപ്പോ ഇത് ഇങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചത്. സോപാനത്തിന്റെ പഠിക്കേണ്ടി നമ്മളെ ദൈവത്തെ എന്താ പറയാ സ്തുതിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ശ്ലോകം പോലെ നമ്മളത് ഒരു സോപാനത്തിനെടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അല്ലയോ കള്ളകൃഷ്ണ മിണ്ടാതെ പോകൂ എന്നൊക്കെ പറയുന്നതാണ് നമ്മളിവിടെ ഈ സോപാനത്തിന്റെ പഠിക്കൽ നിന്നും നമ്മൾ സോപാന സംഗീതമായി ചെല്ലുന്നത്. അതാണ് കേരളത്തിന്റെ മനസ്സ്. ഇതിനെയും ഒന്നിനെ സ്വീകരിക്കുകയും പുതുതായി അതിനെ സൃഷ്ടിക്കുകയും. യാഹി മാധവ യാഹി കേശവ മാവര കൈവിധവാദം താമനുസര സരസീരുവലോചനം മാവര കൈവിധവാദം. കള്ളത്തരൊന്നും പറയരുതെന്നാണ്. എവിടെയാണ് പറയുന്നത്? ഇങ്ങനെ ഒന്നിനെ സ്വീകരിക്കുകയും പുതുതായി ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രം കേരളത്തിനുള്ളതാണ്. ഇത് കേരളത്തിന്റെ മാത്രമല്ല, നമ്മൾ കേരളത്തിലുള്ള ശങ്കരാചാര്യനെ പോലെ പല കാലങ്ങളിൽ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരുപാട് ആളുകൾ, നമ്മുടെ ത്യാഗരാജ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രഹ്മമാണ് പ്രധാനമായത്, ഈ ആത്മചൈതന്യമാണ് പ്രധാനമായത്, ആത്മാവാണ് പ്രധാനമായത്. മാനസ സഞ്ജരേ ബ്രഹ്മണി മാനസ സഞ്ജരേ. ഞാൻ പാടിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഞാൻ കോഴിക്കോട് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും എന്താ പറയാ ആദ്യത്തെ ബസ് പിടിച്ച് വന്ന ആളാണ്. ഞാൻ വീട്ടിൽ പോയി ക്ഷമ കുടിക്കുന്നു അതിന്റെ ആളുകളോട്. എന്തായാലും എന്നെ ക്ഷണിച്ചതിന് സന്തോഷം. എനിക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, നിങ്ങളെ കാണാൻ പറ്റി, വലിയ സന്തോഷം. അപ്പോൾ ഈ ഭാരതീയ ആചാര്യ സംഘത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവരോടും എന്റെ സ്നേഹം അറിയിക്കുന്നു. സന്തോഷം.
നേരത്തെ അധ്യക്ഷൻ ആശുപത്രി പറഞ്ഞു ചെയ്തു. അതായത് ഇന്ന് 10 ലക്ഷം ഒപ്പാണ് ഇന്ത്യന് കൊടുക്കാനായിട്ട്. അതായത് ഒരു രാഷ്ട്രം ഒരു നാമം ഭാരതം. അപ്പോൾ ഭാരതം എന്നുള്ള പേര് ഉപയോഗിക്കുക എന്ന് മാത്രമല്ല, ഇന്ത്യ എന്ന അനാവശ്യമായിട്ട് യാതൊരു അർത്ഥമില്ലാത്ത വാക്ക് സർക്കാർ രേഖകളിന്റെ നീക്കണം. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ളതാണ്. അത് ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം ആൾക്കാർ ഒപ്പിട്ട നിവേദനമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾ സർവേ ചെയ്യും, പേരും മൊബൈൽ നമ്പർ ഫുൾ അഡ്രസ്സിൻ്റെ പേര് വരാം, ഒപ്പം മാത്രം മതി. അപ്പോൾ ഇത് സർവേ ചെയ്യുന്നുണ്ടായി. ഇതിനു മുമ്പ് ഏതെങ്കിലും മീറ്റിങ്ങുകളോ ഇത് പോയിട്ട് ഇക്കാര്യത്തിൽ ഒപ്പിട്ടവരാണെങ്കിൽ ഒപ്പിടേണ്ട ആവശ്യമില്ല. ചില പേരെ ഇതിനു മുമ്പ് മീറ്റിംഗ് ഒപ്പിട്ടത്. ഗൾഫ് രാജ്യങ്ങളിലാണ് ഉള്ള പരീക്ഷാർത്ഥികൾക്കാണ് ലഭിച്ചത്. 3-ാം റാങ്ക് ലഭിച്ചത് 2 പേര് പങ്കിട്ടു. ഒരാൾ ഡൽഹിയിലെ ഗീതാ വിഭാഗമാണ്. ഇപ്പം മുക്ത വാര്യജിയെ